Good morning, all. Good morning. Uh, Good morning. Good morning. Good morning. Good morning.
ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ക്ലാസ് ഇല്ലേ? അതെ, 10:30 കഴിഞ്ഞല്ലോ. ടീച്ചറുണ്ട്. ഗുഡ് മോർണിംഗ് ഗുഡ് മിസ്. മോർണിംഗ് മിസ്. Morning. ഗുഡ് മോർണിംഗ്. Morning, ma'am. Good morning. Good morning, ma'am. Good morning. മോർണിംഗ് മാം. Morning. മോർണിംഗ് മാം. Good morning. Okay, we can start. Who is going for the prayer? മാം ഞാനാണ് ജിഷ. Yes. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Everything I have, all you given me, I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Everything I am, everything I'll be, I give it to you, Lord, and do it thankfully, thankfully. Good morning, miss. Creation. ഞാൻ രേഷ്മയാണ് സൈൻ ചെയ്യുന്നത്. ഒരു മിനിറ്റ്. ജിഷ, ഇത് ആണോ സ്വയം ക്രിയേറ്റ് ചെയ്താണോ? ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാ. ഒരു പ്രേയർ ആണോ മാഡം? പ്രേയർ ചെയ്ത ജിഷയല്ലേ പ്രേയർ ചെയ്തേ? അതെ മാം, ഞാൻ അജിഷ. തന്നെ ക്രിയേറ്റ് ചെയ്ത ആണോ? അല്ലല്ല, മോളുടെ സ്കൂളിലെയാ. ശരി ശരി. People how to create 2 prayer songs. മോസ്റ്റ്ലി എല്ലാരും അത് ക്ലാസ്സിൽ ഒരു 1 ടൈം എങ്കിലും പ്രസന്റ് ചെയ്തിരിക്കണം ഡ്യൂറിങ് പ്രെയർ ടൈം. ഓക്കെ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വോട്ടിംഗ് ആയിരുന്നു. എല്ലാരും പ്രെയർ എഴുതും ഇംഗ്ലീഷിൽ, വോട്ട് ചെയ്യും. നമ്മൾക്ക് വോട്ട് ചെയ്യാം ഏറ്റവും നല്ല പ്രെയർ. എല്ലാവരുടെയും പ്രെയർ കേൾക്കും. അതിനുശേഷം ഏറ്റവും നല്ല പ്രെയർ ആരുടെയെന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഫുൾ അക്കാദമിക് ഇയർ ആ ഒരു പ്രെയർ ആയിരിക്കും. ലക്കിലി എന്റെ പ്രെയർ ഗോട്ട് സെലക്ടഡ്. എന്റെ പ്രെയർ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ഇത് ഇവിടെ വേണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാവരുടെയും പ്രെയർ നമുക്ക് ഓരോ ദിവസം കേൾക്കാം എന്ന രീതിയിൽ വെച്ചത്. ഓക്കെ, റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ 2 പ്രെയർ സ്വന്തമായിട്ട് എഴുതണം ഇംഗ്ലീഷില്, ഒരു 8 to 12 ലൈൻസ്. ഓക്കെ രേഷ്മ, പ്ലീസ്. ഓക്കെ മാഡം. ഗുഡ് മോർണിംഗ് മിസ് ആൻഡ് ഓൾ ഓഫ് യു. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്റ്റുഡന്റ് എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ടീച്ചർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയിൽ ഒന്ന്, നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ്. വിവിധ സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികളിലെ അവരർഹിക്കുന്ന പരിഗണനയോടെ നമുക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയണം. ഒരറിവും ചെറുതല്ല. കുട്ടികളെ പഠിപ്പിച്ച് അവരിൽ നിന്ന് പലതും പഠിച്ചും നല്ല ടീച്ചറാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളാണ് നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്നത്. അവരുടെ തുടക്കം എന്ന് പറയുന്നത് KG ടീച്ചേഴ്സിലൂടെയാണ്. മികച്ച ഒരു തലമുറയായി അവരെ വളർത്തുവാനായിട്ട് ഫസ്റ്റ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലും അത് ഭദ്രമായിരിക്കട്ടെ. ഞാൻ രേഷ്മ ക്ലാസ്സിലേക്ക് സൈൻ ഇൻ ചെയ്യുന്നു. ആൻഡ് ഐ ഇൻവൈറ്റ് അവർ ബിലവ്ഡ് ജിഷ മിസ് ടു ദ ക്ലാസ്. താങ്ക് യു മിസ്. ഞാനാണ് തോട്ട് പറയുന്നത്. I am Simi. Good morning, Jisha ma'am and my dear friends. Today I am here present thought of day. The more you feed your mind with positive thought, the more amazing thing take root and happen. This is because you attract
what you think about most. Today's special day, January 13, is Martyrs Day in India. Have you nice day. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് നമ്മുടെ ജേർണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് വെക്കുവാണ് അല്ലേ. സോ ടുഡേ ജനുവരി 13 നമുക്ക് എല്ലാവർക്കും അറിയാം മാട്രിക്സ് ഡേ, രക്തസാക്ഷിത്വ ദിനം എന്ന് നമ്മൾ പറയും. മഹാത്മാഗാന്ധി അദ്ദേഹം വീരമൃത്യു കൈവരിച്ചു എന്ന് പറയാം, ഇവൻ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയും റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നത്. ക്യാൻ യു ജസ്റ്റ് ഡു വൺ അസൈൻമെന്റ് റിഗാർഡിംഗ് ദിസ് ഡേ? ചെറിയൊരു അസൈൻമെന്റ് എഴുതാമോ? യെസ് മാം. അപ്പം രേഷ്മ പറഞ്ഞു നമ്മള് KG ടീച്ചേഴ്സ് കുട്ടികളുടെ ബേസ്, അതായത് കുട്ടികള് 3 എൻവയോൺമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ വളർച്ചാ ഘട്ടം, ഡെവലപ്മെന്റ് സ്റ്റേജസ് ആർ ഗോയിങ് ത്രൂ 3 എൻവയോൺമെന്റ്സ്. ഏതൊക്കെയാ 3 എൻവയോൺമെന്റ്സ്? എൻവയോൺമെന്റിന്റെ 3 ഫേസസ് ആണ്, അല്ലെങ്കിൽ 3 ഏരിയാസ് ആണ്. ഏതായിരിക്കും? ബാല്യം, കൗമാരം, യൗവനം, അതാണോ മിസ്? അതവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഒരു ഘട്ടങ്ങളല്ലേ, മീൻസ് അവര് പോകുന്ന ഏരിയകൾ, അവരെവിടമൊക്കെയാണ് ഇടപെടുന്നത്? അവര് ഒന്നാമതായി നമ്മുടെ കുടുംബം, സ്കൂള്, സൊസൈറ്റി, സ്കൂള്, സൊസൈറ്റി. സൊസൈറ്റി. ഹോം, സ്കൂൾ, സൊസൈറ്റി അല്ലെ. അപ്പൊ ഈ 3 എൻവയോൺമെന്റ് നമുക്കറിയാം. ഒരു ചെടി വളരാൻ നല്ല വെള്ളവും വെളിച്ചവും വേണം, മണ്ണിനെ ഇളക്കം വേണം. പാറയിലൊക്കെ കൊണ്ട് നട്ടാ അത് വളർച്ച മുരടിച്ചു പോകും. വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് കരിഞ്ഞുണങ്ങിപ്പോവും. നല്ല വെളിച്ചം, സൺലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അതില്ലെങ്കിലും അതിന്റെ വളർച്ച മുരടിച്ചു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെടി വളരണമെങ്കിൽ എല്ലാ ആ എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ തോന്നാറുണ്ടോ? ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളില് കുട്ടികൾക്ക് ലാംഗ്വേജ് ഇഷ്യൂസ്, അതായത് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഉണ്ട്, റീഡിങ് റൈറ്റിംഗ് എല്ലാം പ്രോബ്ലം ആണ്. ലാംഗ്വേജ്, ഈവൻ മലയാളം വരെ അവർക്ക് പ്രശ്നം വന്നപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെച്ചു. മാം വളരെ സ്വീറ്റ് ആണ്, കുട്ടികളെ ഭയങ്കര സ്നേഹമാണ്, അവർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ബട്ട് സംടൈംസ് ഷീ വിൽ സ്റ്റാർട്ട് അഡ്വൈസിങ് ദം. അത് വരുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് പിടിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഇഷ്ടമാണോ? പണ്ടത്തെ നമ്മളുടെ ജനറേഷൻസ്, എന്റെ ജനറേഷനിലും അഡ്വൈസ് നമ്മൾ സഹിച്ചിരുന്ന് കേൾക്കുമായിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളോ, അവർക്ക് ഇഷ്ടപ്പെടുവോ? അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ആ ഒരു ഇത് വരുമ്പോഴേക്കും ഇവര് മാമിന്റെ അടുത്ത് നിന്ന് ഇച്ചിരി ഒരു അകലം പാലിക്കും. അതേസമയം അല്ലാത്ത സമയത്ത് അവര് ഹൃദയത്തോട് ചേർക്കും. പക്ഷെ ഇത് വരുമ്പോഴേക്കും അവരങ്ങ് അകലും. അപ്പൊ മാം അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ എഫക്റ്റ് അവിടെ അങ്ങ് ഇല്ലാണ്ടാവുകയോ ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ മാമിനോട് പറയും, മാം ഇങ്ങനെ, ബട്ട് ഷീ ഈസ് വെരി സീനിയർ ആൻഡ് വെരി എക്സ്പീരിയൻസ്ഡ്. എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെക്കാളും വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാഡമാണ്. സോ ഒത്തിരി കുട്ടികളിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് മാമിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തു. ഷീ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചിത്രം, മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് ഒരു കുട്ടി ഭയങ്കരമായിട്ട് ത്രട്ടൻ ചെയ്യുന്നു പ്രിൻസിപ്പളിനെ. സോ അവിടെ നമുക്ക് ആരെയും നമ്മൾ റൈറ്റ് ഓർ റോങ് എന്നും പറഞ്ഞ് ജഡ്ജ് ചെയ്യാനുള്ള യാതൊരു അവകാശവും ശരിക്കും ഇല്ല. വി ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ജഡ്ജ്മെന്റ് ഒരിക്കലും പാടില്ല. നമുക്ക് ജഡ്ജ് ചെയ്യാം, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം. ഞാൻ ചെയ്തത് റൈറ്റ് ആണോ, ഞാൻ ചെയ്തത് ശരിയായോ, എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ പങ്ക്ച്വൽ ആവണം, കുറച്ചുകൂടെ ടൈം ഞാൻ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, എനിക്ക് എന്നെ തന്നെ ജഡ്ജ് ചെയ്യും. ബട്ട് ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ജഡ്ജിങ് എനിവൺ. നമ്മൾക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളെല്ലാം നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആവാൻ പോവുകയാണ്. യു ആർ അതിന്റെ ഒരു ജേർണിയിലായി കഴിഞ്ഞു നിങ്ങൾ. അപ്പോ നമ്മൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് കണ്ടിരിക്കുന്നത്. കാണുന്നത് എന്താണ്? പ്രിൻസിപ്പൾ മിണ്ടാതിരിക്കുന്നു, കുട്ടി ത്രട്ടൻ ചെയ്യുന്നു അല്ലെ. അതിന്റെ മുമ്പ് എന്ത് സംഭവിച്ചു, അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. സോ അവിടെ ആരാ ശരി? കുട്ടി ചെയ്തത് ശരിയാണോ? കുട്ടി ചെയ്തത് ശരിയല്ല എന്ന് എല്ലാവരും ഒരുപോലെ പറയും. ബട്ട് അവനെ ഭയങ്കരമായിട്ട് സൊസൈറ്റി, മീഡിയാസ് എല്ലാം അവനെ ഭയങ്കരമായിട്ട് തള്ളിപ്പറഞ്ഞു. എന്ത് ഇമോഷണൽ ഇംബാലൻസ് സംഭവിച്ചപ്പോഴാണ് അവൻ അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് അവിടെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുട്ടികളുടെ എന്നല്ല എല്ലാ മനുഷ്യരുടെയും. ഇനി അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചവര് ചെയ്ത് വൈറലാക്കിയത്
അത് ശരിയാണോ? അവിടെയും ഒരു ക്വസ്റ്റ്യൻ വരും. സോ നമുക്ക് ഇവിടെ എവിടെയാണ് ഒരു റൈറ്റ് ആയിട്ടുള്ള സൈഡ് നടന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വി ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. നമ്മൾ സെൽഫ് ജഡ്ജ്മെന്റൽ ആയിരിക്കണം. നമ്മൾ ജഡ്ജ് ചെയ്യണം. ഇപ്പൊ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നത് ശരിയാണോ നമ്മളാണ്, അല്ലാതെ വേറൊരാള് ഓ അത് പറഞ്ഞത് ശരിയായാലും എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളെ കറക്റ്റ് ചെയ്യാനല്ല നോക്കുന്നത്. നമ്മൾ നമ്മളെ ആദ്യം ജഡ്ജ് ചെയ്യണം. സോ അതായിരിക്കണം നമ്മുടെ രീതി കേട്ടോ. നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് മുമ്പിൽ വരുന്ന ഒരാളുടെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു കാര്യം ഇടാം. എന്റെ പേഴ്സണൽ നമ്പറാണ്. ആകെ ഒരു നമ്പറേ ഉള്ളൂ കേട്ടോ കോൾ ചെയ്യാൻ. വാട്സപ്പ് ഈ ഒരു നമ്പറേ ഉള്ളൂ. കാരണം ഞാൻ സാറിനോട് ചോദിച്ചു, കുറെ റിക്വസ്റ്റ് പല ബാച്ചിൽ നിന്ന് വന്നു. ഫസ്റ്റ് 2 ബാച്ചിന് മാത്രമായിരുന്നു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളുടെ ഒരു പ്രൈവസി കണക്കിലെടുത്ത് പലരും സാറും അവിടെ സാർ എല്ലാം കൂടെ ഡിസൈഡ് ചെയ്യുമായിരുന്നു കൊടുക്കണ്ട, നമ്മളുടെ ഒരു പേഴ്സണൽ ടൈമിനൊക്കെ ഡിസ്റ്റർബൻസ് ആവുന്നത്. ബട്ട് എനിക്കതൊരു പ്രോബ്ലം അല്ലായിരുന്നു. കാരണം എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് കേൾക്കാൻ സമയമുള്ളപ്പോഴല്ലേ ഞാൻ ഫോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളും നിങ്ങളുടെ ഫോൺ കേൾക്കുവാണെങ്കിൽ ഞാൻ പകുതി കേൾക്കില്ല. ഞാൻ പൂർണ്ണമായി കേൾക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, ക്ലാസ് ടൈമിൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ എന്നെ കിട്ടിയില്ലെങ്കിൽ അപ്പോഴൊരു മെസ്സേജ് വാട്സപ്പിലോ ടെക്സ്റ്റ് മെസ്സേജോ ഇടാം. ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് പേര് ഏത് ബാച്ച് ആണെന്ന് ഇടുവാണെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. ബാച്ച് നിങ്ങൾ മന്ത് ഇട്ടാൽ ഒരു പക്ഷെ എനിക്ക് അറിയില്ല. MT9 ഇടുവാണെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും സേവ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അപ്പൊ എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? സാറ് ഒരുപക്ഷെ നിങ്ങളുടെ ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, പ്രീവിയസ് ബാച്ചസിന്റെ ആ ഒരു ഫീഡ്ബാക്ക് ചെയ്ത് പറഞ്ഞതായിരിക്കാം. ടീച്ചർ മോണ്ടിസോറി കുട്ടികൾ കുഴപ്പമില്ല, അവര് മെച്ചുവേർഡ് ആണ്. അപ്പോ സോ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ എം ടേക്കിംഗ് ദാറ്റ് ക്രെഡിറ്റ്. അങ്ങനെ എന്റെ കുട്ടികളെ പറ്റി അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ സാറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ വളരെ മെച്ചോർഡ് ആണ്. ടീച്ചർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായി ഫോൺ നമ്പർ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. സോ യു പീപ്പിൾ ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നമ്പർ തരുള്ളായിരുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ജോയിൻ ആവാൻ ഒരു ഇച്ചിരി ലേറ്റ്. ഞാൻ ഓടി 2 ദോശ കഴിച്ചിട്ട് വന്നു. കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ക്ലാസ്സിലേക്ക് ഭയങ്കര ഹെഡേക്ക് വരും. അത് ഫിനിഷ് ചെയ്യാൻ എനിക്ക് ടൈം എടുത്ത് അതാ പറ്റിയത്. ധൃതി പിടിച്ച് ചെയ്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരും ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. കാരണം ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുവാണേ. കാരണം രാവിലെ എണീക്കുമ്പോ തല പൊങ്ങില്ല. നമുക്ക് ഭയങ്കര ഹെഡേക്ക് വരുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷൻ കൊണ്ടാണ്. നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഡ്രൈനെസ്സും ചൂടും, മഞ്ഞ് ഇച്ചിരി ഇതാവുമ്പോ ഡ്രൈനെസ് ആവുന്നു, വെയിലിന്റെ ചൂടും കൂടി വരുമ്പോ ഡീഹൈഡ്രേഷൻ ഭയങ്കരമായിട്ട് സംഭവിക്കും. സോ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ഓക്കെ, തലവേദന അതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പൊ എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് അത് മാറിയിട്ടില്ല. ഓക്കെ, ട്രാവലിംഗ് ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഈ യൂറിൻ പാസ് ചെയ്യേണ്ടതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അങ്ങ് വെള്ളം കുടിക്കുന്നത് അങ്ങ് ചൊറച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുമല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ യൂണിറ്റ് 1 കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ഒരു ഡിലേ ഗ്യാപ്പ് വന്നപ്പോൾ കൺഫ്യൂഷൻ. അസൈൻമെന്റ് തന്നിട്ടുണ്ടാവും. ഏത് അസൈൻമെന്റാ? ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്. ബുദ്ധിമുട്ട് തോന്നുന്നു. പിക്ചർ മാത്രം കളക്ട് ചെയ്താൽ മതി. പിക്ചർ സേ നോട്ട് അതുപോലത്തെ പിക്ചേഴ്സ് ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ യൂണിറ്റ് ഒരുവിധമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിനി പതുക്കെ റെക്കോർഡ് റൈറ്റിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലല്ലോ? അപർണ മിസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഞാൻ ആദ്യം തരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോ ഒരു തിരക്ക് പിടിച്ച ഓട്ടോ ആയിരിക്കും എല്ലാവരും. മാം ഇന്ന് പറഞ്ഞ അസൈൻമെന്റും ഈ ബുക്കിനകത്ത് തന്നെ എഴുതിയാൽ മതിയല്ല ഗാന്ധിജിയുടെ? ഒന്നിനും സെപ്പറേറ്റ് ഒന്നും വേണ്ട. ഈ ബുക്കിൽ തന്നെ എഴുതുന്ന ഒരു ഡയറി ആയാലും പ്രോബ്ലം ഇല്ല. യൂസ് ഷീറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, അത് സെക്യൂർ ചെയ്ത് തന്നെ വെക്കണം. പലർക്കും മിസ്സായി പോയി എന്നൊക്കെ പറയുന്നത്. പറന്നു പോകുമ്പോഴേക്കേ ആരും അറിയില്ല, നിലത്തൊക്കെ എവിടെയെങ്കിലും ഒരു കോർണറിൽ പോയി കിടക്കും, അലമാരിയുടെ അടിയിൽ പോയി കിടക്കും. സോ അതുകൊണ്ട് ലൂസ് ഷീറ്റ് പ്രിഫർ ചെയ്യുന്നവര്, അസൈൻമെന്റ് ഷീറ്റ് തന്നെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവര് നല്ലപോലെ സെക്യൂർ ചെയ്ത് ഫയൽ ചെയ്ത് വെക്കും.
Ma'am, can you give me that, what you said, the assignment in English, ma'am? Yeah, sure. Right. What was it? Right. About the Gandhiji, you have said, ma'am. Right. Today is Jan 30th, right? Okay, ma'am. What is the specialty of Jan 30th? His Majesty, right? So write about that Majesty. You can write in bracket January 30th. മാം വോയിസ് ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. It's clear അല്ല? ഇടാമോ? എന്തോ ഇതാണ് ഞാൻ ഇടും കേട്ടോ. അസൈൻമെന്റ് മാം ഇടാമെന്ന് പറഞ്ഞിട്ടില്ല, പിക്ചർ ഒട്ടിക്കണേന്റെ. ശരിയാ. ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ദിവസമായിരുന്നു, അവരുടെ പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു. സോ അതിന്റെ കുറെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. സോ അതുമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ബാച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു പോയി. ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് ഓഫീസിലായിരുന്നു സെഷൻ വെച്ചത്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. അവര് എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇപ്പോഴാണ് ശരിയായി വന്നത്. സോ ഇറ്റ് ഇസ് ഹാപ്പനിങ്. ഓക്കെ ഓക്കെ, ഇത് ഞാനിത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഓക്കെ ദെൻ സോ നമുക്ക് യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയി. എനിക്ക് മറ്റുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ടോപ്പിക് ഒന്ന് പറഞ്ഞുതരാമോ? ഐ ഡു നോ ഫ്രം വെയർ ടു സ്റ്റാർട്ട്. കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ജിഷ മാം എടുക്കുന്നത്. പിന്നെ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അപർണ മാം എടുക്കുന്നത്. അത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. Give me 2 minutes because our sir is calling from institute. Please just 2 minutes. ഓക്കെ മാം. Yes, please. ഓക്കെ മാം. മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ജിഷ മാം ആണ് എടുക്കുന്നത്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അപർണ മാം. ആ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. പിന്നെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അതും അപർണ മാം എടുക്കുന്നത്. ഹെൽത്ത് കെയർ അശ്വതി മാം. പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആതിര മാം. Okay, fine. So we had completed chapter 1, unit 1, right? Yes ma'am. Is there any left out? No, ma'am. No ma'am. Do you have any confusions in that chapter? No ma'am. Let me speak in Malayalam also, because some of the students have blocking. Like, okay, we will I can mix the language. Okay, ma'am. No problem. So okay, no problem. Meghna? Okay, ma'am. So actually, everybody has to speak in English. Our communication should improve in this class, from this class itself. Everybody know the language English because it is very easy language. എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ്. പക്ഷെ അത് പറയാനുള്ള ഒരു മടി എന്തോ നമ്മളെങ്ങനെ ഉള്ളിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക. നമ്മൾ പറയുന്ന തെറ്റായി പോകുന്നു. ആ ഒരു കോൺഷ്യസേ വേണ്ട. സ്പീക്ക്. നമ്മൾ സംസാരിച്ച് കുഞ്ഞു കുട്ടികളെ അവരുടെ ലാംഗ്വേജ് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ? അവര് എന്താ പറയാ, ഗ്രാമർ മലയാളം പോലും പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് പറയേണ്ടതിന് പകരം പാസ്റ്റ് ടെൻസ് പറയും, പ്രസന്റ് പറയേണ്ടതിന് പകരം പാസ്റ്റ് പറയും, ഫ്യൂച്ചർ പറയും. അപ്പൊ നമുക്ക് അതൊരു ഭയങ്കര ഒരു രസമാണ് കേൾക്കുന്നത് അല്ലെ. ബട്ട് അവര് കേട്ട് പറഞ്ഞ് അവര് കറക്റ്റ് മലയാളം സംസാരിക്കുന്നുണ്ട്. അതുപോലെയുള്ളൂ ഏത് ലാംഗ്വേജും. സോ പ്ലീസ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ സ്കൂളുകൾ പ്രിഫർ ചെയ്യുന്നത് ചിലയിടത്തൊക്കെ നമ്മളുടെ ഒരു ട്രെയിനിങ് ടീച്ചിങ് പ്രാക്ടീസിന് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് ലെറ്ററിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ പോയിരുന്നു. സ്കൂളിൽ പോയപ്പോൾ അവിടെ ഇന്റർവ്യൂ നടക്കുക. KG സെഷനിലേക്ക് ടീച്ചേഴ്സിനെ, മോണ്ടിസോറി കഴിഞ്ഞ ടീച്ചേഴ്സാ വന്നത്. അതും ഓൺലൈൻ അല്ല, ഓഫ്ലൈനിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച കുട്ടികളാണ് വന്നത്. അപ്പോ ഇറങ്ങി വന്ന ഒരു കുട്ടി ഈ ടീച്ചിങ് പ്രാക്ടീസിന്റെ ലെറ്റർ കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരുന്ന ഇതിനോട് അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാതെ വേർത്ത് കുളിച്ചിറങ്ങി വരുവാണേ. ആ കുട്ടിയോട് ആക്ഷൻ സോങ് ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടി ഭയങ്കര ഷൈ ആയിട്ട് നിന്നു. ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇത് PG ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സുജാതയാണ് ഇത് ഷെയർ ചെയ്തത്. ഭയങ്കര ഷൈ ആയിട്ട് അല്ലെ. അപ്പൊ എനിക്ക് എല്ലാവർക്കും കൂടെ കേൾക്കാലോ. ഡിപ്ലോമ ഭയങ്കര ഷൈ ആയിട്ട് നിന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അതിന് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ബട്ട് അവർ ട്രെയിനിങ്, ഷീ ഓൾസോ വെരി ഗുഡ് ഇൻ ലാംഗ്വേജ്, ബട്ട് യൂസ് ചെയ്യാതെ ഇരിക്കുമായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ വന്ന് കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവര് ഫുൾ റിക്വസ്റ്റ് കൊടുക്കാൻ വന്ന ആളാണെങ്കിൽ പോലും പ്രിൻസിപ്പൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. സോ നല്ല പോലെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റി. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ
അതൊരു വ്യത്യാസം തന്നെയാണ്. നിങ്ങളിപ്പോ പറഞ്ഞു, രേഷ്മ പറഞ്ഞു, നമ്മുടെ KG ബേസ് കിട്ടുന്ന കുട്ടികളിലാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. സോ ആ റെസ്പോൺസിബിലിറ്റി ചെറുതൊന്നുമല്ല. സോ അവരുടെ ലാംഗ്വേജ് ഫോർമേഷൻ, അവരുടെ ക്യാരക്ടർ, അവരുടെ മാനേഴ്സ്, ബിഹേവിയർ എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. എല്ലാം നിങ്ങളുടെ കയ്യിൽ വരും. എന്റെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ ഒരു ടീച്ചർ കേട്ടോ, വേറൊന്നും പറയുന്നില്ല, നല്ല പോലെ പഠിപ്പിക്കും. ഹൈസ്കൂളിലും പഠിപ്പിക്കും, UP-യിലും പഠിപ്പിക്കും, നന്നായി പഠിപ്പിക്കും. ആളൊരു യങ്ങാണ്. കുട്ടികൾക്ക് ഭയങ്കര പേടിയാ, കാരണം അവർ അതുപോലെ ഷൗട്ട് ചെയ്യും, വടിയൊക്കെ ആയിട്ട് നടക്കുന്നത്, ഭയങ്കര പേടിയാ. അപ്പം ഈ ഞാൻ ഇപ്പൊ മോള് വന്ന എല്ലാ വിവരവും എന്നോട് പറയുമായിരുന്നു. അപ്പൊ അവളിങ്ങനെ പറയണത്, ഈ ടീച്ചർ എപ്പോഴും കുട്ടികളെ കേഴ്സിങ് ആ, ഭയങ്കര പ്രാഗല. എനിക്കിത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഞാൻ ഒരു ദിവസം സ്കൂളിൽ ചെന്നു, മോളെ പറഞ്ഞിട്ടൊന്നുമില്ല, അവൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പഠിക്കാതെ ഏതെങ്കിലും കുട്ടി വരുവാണെങ്കിൽ, അപ്പൊ കുട്ടികൾ അവരുടെ പൊട്ടൻഷ്യൽ പഠിക്കുള്ളൂ. പഠിക്കാതെ വരുവാണെങ്കിൽ അവരെ അവർ കേഴ്സ് ചെയ്ത് കൊല്ലുന്നു തന്നെ പറയാം. ആ രീതിയിലാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഇവരെ മാത്രമായിട്ട് വിളിച്ചു, ആരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞില്ല. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്താണ് ആദ്യം പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിക്കണം, അവര് കുട്ടികളോട് ഇങ്ങനെ പറയുമ്പോൾ അത് കുട്ടികളെ വല്ലാതെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പ്രിൻസിപ്പലിന്റെ സൈഡിൽ നിന്നും ആക്ഷൻ ഒന്നും ഉണ്ടായില്ല. കാരണം ഇവര് ഭയങ്കര നല്ലപോലെ പഠിപ്പിക്കുന്നുള്ള ഒരു ഇത് കാരണം. ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ് അവരെ വഴക്ക് പറഞ്ഞോളൂ, ശാസിച്ചോളൂ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു വടിയെടുത്ത് തല്ലു, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്യും. ഇങ്ങനെ കുട്ടികളെ പ്രാകരുത്, നിങ്ങളുടെ ബ്ലെസ്സിങ് അല്ലേ അവർക്ക് കിട്ടണ്ടേന്ന് ചോദിച്ചു. നിങ്ങള് ഓർക്കാപ്പുറത്ത് പറയുന്ന ഒരു വാക്ക് വരെ അവരുടെ തലയിൽ വീഴുവല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. പിന്നെ ഒരു ഇയറും കൂടി അവരവിടെ വർക്ക് ചെയ്തുള്ളൂ, റിസൈൻ ചെയ്തു. അപ്പം ഞാൻ എന്നിട്ട് മോളോട് പറഞ്ഞിട്ടാ പോയത്, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പോവുകയാണ്, ഇനി അവരോട് അങ്ങനെ സംസാരിച്ചതിന്റെ പേരിൽ ചില ടീച്ചർമാർ അങ്ങനെയുണ്ടല്ലോ, കുട്ടികളെ പിന്നെ ഒറ്റപ്പെടുത്തും. അങ്ങനെ നിന്നോട് ചെയ്യുവാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അങ്ങനെ ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ അത് നെവർ മൈൻഡ് ആണ്. എന്റെ ഫ്രണ്ട്സിനെ അവർ വല്ലാതെ, കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വല്ലാതെ പറയുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത് എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നു. കാര്യം എന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോകും. ചിലപ്പോ ഹോൾ ക്ലാസ്സിനെ പറയുമ്പോൾ കുട്ടികൾക്ക് അത്ര ഫീൽ ആവില്ലായിരിക്കും. പക്ഷെ ഒരാളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ദാറ്റ് വിൽ അഫക്ട് ദം വെരി ബാഡ്ലി. സോ അങ്ങനെ ഞാൻ അത് അവരോട് തുറന്നു തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും കുട്ടികളെ കേഴ്സ് ചെയ്യരുത്, നിങ്ങൾ ബ്ലസ് ചെയ്തില്ലെങ്കിലും കേഴ്സ് ചെയ്യരുത്, നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ് ശരിക്കും അവർക്ക് വേണ്ടത്, അത് അവരിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് പറഞ്ഞു. ഒരക്ഷരം എന്നോട് മിണ്ടിയതുമില്ല. പിന്നെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാകാം, പക്ഷെ അത് ചെന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല വെക്കേണ്ടത്. സോ ഐ ആം ജസ്റ്റ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. കുട്ടികൾ അത്രയും വളരെ സ്വീറ്റ് ഹാർട്ടഡ് ആണ്, സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. സോ പ്ലീസ് ഹാൻഡിൽ ദം വെരി നൈസ്ലി. ഓക്കെ മാം, ഒരു ഡൗട്ട്. യെസ് പ്ലീസ്. മാം ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഇൻസിഡന്റിന്റെ കാര്യം മാം പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസ് പിള്ളേർക്ക് ട്രോമ ആയിട്ട് കൊടുക്കത്തില്ലേ? ചില കുട്ടികൾക്ക് അതൊരു ട്രോമ ആയിട്ട് മാറത്തില്ലേ? അതെ, അത് വളരെ കറക്റ്റ്. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിലേക്ക് വളർന്നു വരുമ്പോ ആ ഒരു ട്രോമ അവരുടെ ഉള്ളിൽ കിടന്നിട്ട് അവര് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു ടീച്ചർ ചെയ്തു, വേറൊരാൾ ടേക്ക് കെയർ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ എഫക്ട് കുറയുവാണ്. മനസ്സിലായോ? അതേസമയം ഇവിടെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടികൾ ചെന്ന് പാരന്റ്സിനോട് പറയുമ്പോൾ പാരന്റ്സ് നിനക്ക് അങ്ങനെ വേണം, ആ രീതിയിൽ പറയുന്ന പാരന്റ്സ് ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ടീച്ചർ പഠിപ്പിക്കുക, ടീച്ചറോട് തല്ലി പഠിപ്പിച്ചോളൂ, ടീച്ചർ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിച്ചോളൂ. എന്നുവെച്ചാൽ ഒരു ഫുൾ ഫ്രീഡം ഇവർക്ക് ഫ്രം ദ ബിഗിനിങ് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബാച്ച് മാത്രമല്ല, അതിന് മുമ്പുള്ള ബാച്ച്. കാരണം 10th കുട്ടികൾക്ക് ഏറ്റവും മാർക്ക് കൂടാൻ കാരണം ഇവരുടെ കോച്ചിങ് ആണെന്നുള്ള ഇത് അവിടെ അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ആയി കഴിഞ്ഞു. സോ അങ്ങനെ പാരന്റ്സ് സൈഡിൽ നിന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ എനിക്കും ഒറ്റ ഡിവിഷൻ ഉണ്ടായിരുന്നു, 21 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഈ 21 സ്റ്റുഡൻസും എന്റെ സർക്കിളിൽ ഉണ്ടായിരുന്നു. അവരുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു മോളുടെ ക്ലാസ്സിലെ. സോ ഐ ക്യാൻ മാനേജ് ദം. എനിക്ക് അവരെ ആ ഒരു ടൈമിൽ ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. സോ നമ്മുടെ റോൾ അങ്ങനെ പലയിടത്താം. ഒരാൾ ചെയ്തത് നമ്മൾക്ക് മാറ്റാൻ പറ്റും. സോ വി ക്യാൻ ഡു ദാറ്റ്. അത് നമ്മളുടെ വീട്ടില് നമ്മളുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, നമ്മൾ കുട്ടികളെ കേൾക്കണം. ഓരോ ഇൻഡിവിജ്വലും റെസ്പെക്ട് ആവശ്യമുള്ളവർ തന്നെയാണ്. നമ്മളുടെ ടോപ്പിലിരിക്കുന്ന സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്ക് മാത്രമല്ല റെസ്പെക്ട്, എല്ലാവർക്കും, കുഞ്ഞുങ്ങൾ തുടങ്ങി എല്ലാവർക്കും റെസ്പെക്ട് വേണ്ടതാ. അത് അവരുടെ റൈറ്റ് ആണ്.
സോ അങ്ങനെ തന്നെ അത് ചേട്ടൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കുട്ടികളുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്ത് വരുമ്പോൾ നമ്മളെ പോയ എല്ലാ ട്രെയിനീസിന്റെ ഫീഡ്ബാക്ക് വളരെ നല്ലതായിരുന്നു. കുട്ടികളുടെ സൈഡിൽ നിന്നും പാരന്റ്സിന്റെ സൈഡിൽ നിന്നും ടീച്ചേഴ്സ് സൈഡിൽ നിന്നും സംടൈംസ് ചിലർക്ക് ആക്സെപ്റ്റബിൾ ഒരു പ്രശ്നമാണല്ലോ, വേറൊരാൾ വന്ന് അവിടെ ക്ലാസ് എടുത്തു എന്നുള്ള രീതിയിൽ പോകാൻ. ചില ടീച്ചേഴ്സ് വളരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തിട്ടുണ്ട്, ചില സ്കൂളിലെ സ്റ്റാഫ്. സോ അത് പറ്റും, നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. നമ്മുടെ ആ കോസ്റ്റ് സ്ട്രക്ചർ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, സോ ഓരോ ബാച്ച് കഴിയുമ്പോഴും നമുക്കറിയാം എന്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. കൂടുതലായിട്ട് ഞങ്ങളും പഠിക്കുന്നു, ഞങ്ങളും വളരുന്നു. ഓരോരോ ബാച്ചിന്റെ കഴിയുമ്പോഴേ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും. സോ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റഡ്. സോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വന്നിട്ട് ഫിസിക്കൽ ഹെൽത്തും വരും, മെന്റൽ ഹെൽത്തും വരും. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ ആ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം പ്രിവെൻഷൻസ് പ്രിക്വേഷൻസ് എടുക്കണം. അത് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ഉൾപ്പെടെ. കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് അറിയാലോ, എല്ലാവരും തന്നെ അതിലൂടെ കടന്നുപോയ അമ്മമാർ ഇവിടെ കാണും, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തത് അറിയുന്നവരുണ്ടാകും. ഓക്കെ, സോ സെക്കൻഡ് യൂണിറ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? പറയൂ മിസ്സേ, നോട്ടൊന്നും എഴുതിയെടുക്കാനായിരുന്നു. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് പാർട്ടില് 8 യൂണിറ്റ്സ് ഇല്ലേ, ആ 8 യൂണിറ്റ്സും കവർ ചെയ്തു പോകുന്നത് ശരീരത്തിന്റെ ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, മനസ്സിന്റെ ആരോഗ്യം, ഫിസിക്കൽ ഹൈജീൻ, മെന്റൽ ഹൈജീൻ, ദെൻ ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിൽ ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യാറുണ്ട്. സാധാരണ മുറിവ് പറ്റുമ്പോ മരുന്ന് വെക്കുന്നു, പൊള്ളുമ്പോ മരുന്ന് വെക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ വെള്ളത്തിൽ മുങ്ങി പോകുമ്പോ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, അങ്ങനെ എങ്ങനെയൊക്കെ CPR എങ്ങനെ കൊടുക്കണം, അതൊക്കെ ആയിരിക്കും ഫസ്റ്റ് എയ്ഡില്. അത് കൂടാതെ ഐ എം ജസ്റ്റ് ആഡിങ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഓൾസോ. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ല പോലെ അത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. നമ്മുടെ കണ്ടന്റിൽ അതില്ല, ബട്ട് ഐ വിൽ ടേക്ക്. അതിന് ബുദ്ധിമുട്ടുണ്ടോ? സിലബസിൽ ഇല്ലാത്ത കാര്യം മിസ് ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു കംപ്ലൈന്റ് വരുമോ? അറിവ് കിട്ടാനല്ലേ മാം? നോ മാം. അറിവല്ല, നമ്മളുടെ കാലഘട്ടത്തില് ഇമോഷണൽ സപ്പോർട്ട്, എവ്രിബഡി നീഡ്സ് ഇമോഷണൽ സപ്പോർട്ട്. സംടൈംസ് ഐ ഓൾസോ നീഡ്. ചിലപ്പോ എന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ, എന്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മാമിന് എന്തോ വിഷമമുണ്ട്. സോ യു വിൽ ആസ്ക് ലൈക്ക് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് കേൾക്കുമ്പോ തന്നെ ഐ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു മഞ്ഞ് വീണ പോലെ ഒരു ഫീൽ വരും അല്ലെ? എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും അല്ലെ? എന്താ വിഷമിച്ചിരിക്കണേ കേൾക്കുമ്പോ, ചോദിക്കുമ്പോ തന്നെ നമുക്ക് നമ്മളെന്തോ പറയാൻ ഇങ്ങനെയാന്ന് അറിഞ്ഞിരിക്കുമായിരിക്കും. ആരെങ്കിലും ഒന്ന് നമുക്കത് പറയാൻ തോന്നും. ചിലർക്ക് പക്ഷെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പാട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ കുറെ എഴുതിയിട്ട് അവർക്ക് വന്ന വിഷമം മുഴുവൻ അവർ എഴുതി വെക്കുമായിരിക്കും. ചിലർക്ക് അതായിരിക്കും സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുന്നവരുണ്ടല്ലോ. എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെ കേട്ടോ സോളിറ്റ്യൂഡ്, ലോൺലിനെസ്, ഏകാന്തത. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോൺലിനെസ്സിനെയാണ് നമ്മൾ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലർക്ക് അതായിരിക്കും. ബട്ട് എങ്ങനെയെങ്കിലും നമ്മൾ അത് വെന്റിലേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അല്ലെ? അതുകൊണ്ടാണ് ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ പലയിടത്തും കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അത് ആഡ് ചെയ്തേക്കുന്നത്. സോ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു യൂണിറ്റില് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹൈജീൻ, മെന്റൽ ഹൈജീൻ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസീസസ്, അത് വരാതിരിക്കാൻ എടുക്കേണ്ട പ്രിക്കോഷൻസ്, പ്രിവെൻഷൻസ്, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണൈസേഷൻ, പിന്നെ അത് കൂടാതെ സൊസൈറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ, അതിന്റെ റൂൾസ്, ചൈൽഡ് വെൽഫെയർ സംഭവം ഉണ്ടല്ലോ. ചൈൽഡ് ലൈൻ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്, ചൈൽഡ് വെൽഫെയർ ഉണ്ട്, പോക്സോ അങ്ങനെ ഒരു റൂൾ ഉണ്ട്. കുട്ടികളുടെ നേരെ ഈവൻ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് വരെയും പോക്സോ കേസിന് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുവരെ പോക്സോ കേസിൽ പെടുന്നതാണ് പറയുന്നത്. ചെറിയ കുട്ടികളുടെ നേരെ അബ്യൂസീവ് വേർഡ്സ്, അബ്യൂസീവ് ജസ്റ്റേഴ്സ്, ഫിസിക്കൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ് എല്ലാം പോക്സോ കേസിൽ വരും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ വരുന്നത്. ചൈൽഡ് വെൽഫെയർ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഐ എം ഗോയിങ് ടു യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മള് മാക്സിമം ഞാൻ വീണ്ടും പറയുവാണ്, ലാംഗ്വേജ് യൂസ് ചെയ്യുക കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഫുള്ളി ഇംഗ്ലീഷ് പറയാനൊരു വിഷമം തോന്നുമായിരിക്കും, ബട്ട് മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യൂ.
വീണ്ടും പിന്നെ ഞാൻ മിക്സ്ഡ് ആയിട്ട് പറഞ്ഞു പോകും, കാരണം റെക്കോർഡ് ക്ലാസ് ഒക്കെ എടുക്കുന്നവരുണ്ട്. അപ്പൊ ക്ലാസ്സിൽ മാക്സിമം സംസാരിക്കുക കേട്ടോ, എല്ലാരും ആക്റ്റീവായിട്ട് സംസാരിക്കുക. സോ നമ്മൾ വളരുവാണ് അതുകൊണ്ട്, അല്ലാണ്ട് ആരെയും പറഞ്ഞല്ലോ, നോൺ ജഡ്ജ്മെന്റൽ ആണ്, ഒരാളെ കറക്റ്റ് ചെയ്യാനുള്ള ദിവ്യ. ഈവൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഞാൻ പറയുമ്പോഴും പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടാവും. നമ്മൾ ഓരോരുത്തർ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രൊനൗൺസിയേഷനിലോ അല്ലെങ്കിൽ മീനിങ്ങിലോ വേർഡിലോ ഒക്കെ വ്യത്യാസം വരും. നമ്മൾ ആരെ കറക്റ്റ് ചെയ്യാനിരിക്കുകയല്ല, ബട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് റൈറ്റ് ട്രാക്കിലേക്ക് പോകും. ഓക്കെ, ആരും പെർഫെക്റ്റ് അല്ല. പിന്നെ വി ക്യാൻ ജസ്റ്റ് ലേൺ ഫ്രം മേഘന. അതുപോലെ പലരും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവും. അവർ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾക്കും അവരുടെ പറയുന്ന സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രസന്റേഷൻ ഒക്കെ മനസ്സിലാവും എങ്ങനെ പറയണം എന്നുള്ളത്. സോ അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യുമ്പോഴേക്കും ഒന്ന് പറയാമോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ, വാട്ട് യു തിങ്ക് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ? ഓക്കെ, എന്താ ഹെൽത്ത്? ആരോഗ്യം Individual free from the disease. നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നപ്പോ എല്ലാരും ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ക്ലിയർ ആവല്ലോ. അപ്പൊ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ മറ്റവരൊന്ന് മ്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞോളൂ. എല്ലാരും പറയൂ, എല്ലാവർക്കും പറയാം. ഞാൻ അപ്പോഴേക്കും ഒന്ന് എടുക്കട്ടെ. യെസ്, ഇപ്പൊ ആരും പറയണില്ലേ? മാം ഹെൽത്ത് ഹൈജീനെ കുറിച്ചാണോ പറയേണ്ടത്? വീണ്ടും പറയാം, എന്താണ് മനസ്സിലിപ്പോ വരുന്നത്? വൃത്തിയുള്ള ശരീരത്തിലെ ആരോഗ്യം ഉണ്ടാകൂ. കറക്റ്റ് ആണോ മാം? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റൈറ്റ് റോങ് ഒന്നുമില്ല. വൃത്തിയുള്ള ശരീരത്തിലെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ രണ്ടും കണക്റ്റഡ് ആണല്ലേ? അല്ല, ഇപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ ഓരോരുത്തർക്കും ഹെൽത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹൈജീൻ ആയിരിക്കാൻ ഓരോരോ രീതികളായിരിക്കും. ഓരോരുത്തർ എടുക്കുന്ന സ്റ്റെപ്സ് വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നും പറയാനുണ്ടാവില്ലേ? അതെ മാം. നമ്മുടെ നെയിലൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യണം. അതുവഴിയല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഫുഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഒരു ആരോഗ്യമാണ് നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുക എന്നുള്ളത്. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ നമ്മൾ കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ ചെറുപ്പത്തിലേ തുടങ്ങി പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവരെ പുറത്തു പോയി കളിച്ചു കഴിഞ്ഞാലും അവരുടെ കൈയും കാലും എല്ലാം കഴുകിയതിന് ശേഷം വൃത്തിയായതിനു ശേഷം അകത്തേക്ക് കയറിയാൽ മതി എന്നുള്ളൊരു ഇതിൽ തന്നെ കുട്ടികളെ വളർത്തണം. പിന്നെ ചെരുപ്പിടാതെ പുറത്തേക്ക് ഇറങ്ങരുത്. പല ബാക്ടീരിയാസും വൈറസും എല്ലാം നമ്മളുടെ കാൽപാദങ്ങൾ വഴിയൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കണം. ചെറുപ്പത്തിലേ തുടങ്ങി അത് ശീലിപ്പിക്കണം. അവർക്ക് ഹെൽത്തിനെ കുറിച്ച് കുറച്ചും കൂടെ ചെറുപ്പത്തിലേ തുടങ്ങി അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ലൈഫിലും അവരതൊരു ആക്ഷനാക്കി എടുക്കും. മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നമ്മുടെ ഈ ഹെൽത്തും ഹൈജീനുമായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സംഭവമാണ്. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെറുതിലെയൊക്കെ കുട്ടികൾക്ക് പനി ചുമയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് കുളിക്കരുതെന്ന് പറയും, പനി കൂടുമെന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനെ നമ്മൾ പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ആകെ ഒരു ശരീരമൊക്കെ ഒരുമാതിരി ഇരിക്കും. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഫ്രഷ് ആയ പോലെ തോന്നും, കുറച്ച് കൂടുതൽ നമ്മളൊരു ഉണർവ് വരുന്ന പോലെ തോന്നും. Ma'am, health refers to the state of complete physical, mental, and social well-being. And hygiene means practice of habit that helps maintain cleanliness of prevent the spread diseases. അടുത്ത ഞാൻ പറയട്ടെ മിസ്സേ? അതായത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, രണ്ട് ഘടകങ്ങളാണ് ഹെൽത്തും ഹൈജീനും. ആരോഗ്യം എന്ന് പറയുമ്പം ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉണ്ടായിരിക്കണം. ഈ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമുക്ക് കൈവരിക്കണമെങ്കിൽ നമ്മുടെ പരിസ്ഥിതി, നമുക്ക് വ്യക്തി ശുചിത്വം വേണം. നമ്മൾ വ്യക്തി ശുചിത്വം മാത്രം പോരാ, നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയും സാമൂഹികപരമായ വൃത്തിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവത്തുള്ളൂ. പിന്നെ അത് തന്നെയല്ല, അസുഖങ്ങൾ നമുക്ക് ഉണ്ടായില്ലെന്ന് വെച്ച് നമ്മൾ ഒരു പൂർണ്ണ ആരോഗ്യവാനാവത്തില്ല ഒരിക്കലും. നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഓക്കെ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഹെൽത്ത് കുറയും. അപ്പൊ നമ്മൾ അസുഖങ്ങളില്ലെന്ന് വെച്ച് ഒരാൾ ഒരിക്കലും ഹെൽത്തി ആവത്തില്ല. നമ്മുടെ മാനസികമായിട്ടും കൂടിയുള്ള ആരോഗ്യം വേണം. കുറേ ഏരിയസിലേക്ക് ഇപ്പൊ വൈഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി അല്ലെ. ഇപ്പൊ എല്ലാരും പറഞ്ഞു, മേഘന പറഞ്ഞു, അഖില പറഞ്ഞു, കുറെ പേര് പറഞ്ഞു. ഹൈജീൻ എന്ന് പറയുന്നത്, ഹെൽത്തി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട്, ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ മെന്റൽ ഹെൽത്തും റിലേറ്റഡ് തന്നെയാണ് ഹെൽത്ത് ആൻഡ് ഹൈജീനില്. നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇതിപ്പോ നമ്മൾ ഫിസിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇപ്പൊ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. ആദ്യം ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് നമ്മൾ പണ്ട് തുടങ്ങി കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ അവർ ശീലിക്കുന്നത് തന്നെയായിരിക്കും അവര് ലൈഫ് ലോങ് അവർ ചെയ്യുന്നത്. നമുക്കറിയാം, ഷാബി ആയിട്ടൊരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോ, ഭയങ്കര മുഷിഞ്ഞ വേഷത്തിലൊക്കെ വരുമ്പോ ടീച്ചേഴ്സിന് മനസ്സിലാവും അവന്റെ ഹൈജീൻ അത് ശരിയായ രീതിയിലല്ല എന്നുള്ളത്. നമുക്ക് പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, ഡൊമസ്റ്റിക് ഹൈജീൻ, സോഷ്യൽ ഹൈജീൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഈ ഹൈജീൻ വാക്കിലും പ്രവൃത്തികളിലും, അതായത് ആക്ഷനിലും വേർഡ്സിലും ഹൈജീൻ വേണം. ഭയങ്കര എന്താ വൃത്തിയായിട്ട് നല്ല ഡ്രസ്സിങ്ങിൽ പോകുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്നത് അബ്യൂസീവ് വേർഡ്സ് ആണെങ്കിൽ നമുക്ക് ഒട്ടും അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സും മെന്റലി കണക്റ്റഡ് ആണ്, ഫിസിക്കലി കണക്റ്റഡ് ആണ്. ഹെൽത്തും അത് തന്നെ. ഓക്കെ, ഹെൽത്തി പേഴ്സൺ, ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ പറയില്ലേ, എന്താ അത് ഫിസിക്കൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഹെൽത്തി റിലേഷൻഷിപ്പ്, വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്തി റിലേഷൻഷിപ്പ്? ആരോഗ്യപരമായ സൗഹൃദം. അതെ, നല്ല സംസാരം, മറ്റുള്ളവരെ എന്താ പറയാ ഇഷ്ടക്കേടാവുന്ന വിധത്തിലല്ലാണ്ട് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് ആവാം. നമുക്ക് ഒരാളെ കണ്ട് അയാളോട് ഒരു ഇഷ്ടം തോന്നി അവരോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ ആളെ മുഴുവനും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യൂലേ. നമുക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെയുള്ളവരോട് കണക്ട് ആവാനായിട്ട്. ഒരാളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോഴേക്കും ദാറ്റ് ഇസ് എ സോർട്ട് ഓഫ് മെന്റൽ ഇൽ ഹെൽത്ത് അല്ലെ. മെന്റൽ ഇൽനെസ് ആൻഡ് മെന്റൽ ഇൽ ഹെൽത്ത്, എന്താ മെന്റൽ ഇൽനെസ്? മാനസികമായിട്ടുള്ള ആരോഗ്യം കുറയും. മെന്റൽ ഇൽനെസ് ആൻഡ് മെന്റൽ ഇൽ ഹെൽത്ത്. ഈ വെൽനെസിന്റെ മറ്റൊരു ഇതാണോ മിസ്? അതെ, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതിപ്പോ ഞാനിങ്ങനെ വന്നിട്ട് ദീപ്തിയെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറയുവാണേ. സോ ദാറ്റ് മീൻസ് എനിക്ക് എന്തോ മെന്റൽ ഇൽ ഹെൽത്ത് ആണ്. നമ്മളിങ്ങനെ അതിങ്ങനെ ഒരാളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ദാറ്റ് ഈസ് മെന്റൽ ഇൽ ഹെൽത്ത്. ബട്ട് മെന്റൽ ഇൽനെസ് മീൻസ് നമ്മുടെ സൈക്കോളജിക്കൽ ക്യാരക്ടറിൽ ഒരു പ്രശ്നം, അതിന് വേണ്ടിയിട്ട് ആളെ കടപ്പ്, ഒരു ഡിപ്രഷൻ, അതൊക്കെ ഒരു മെന്റൽ ഇൽനെസിന്റെ ഒരു സൈഡിൽ വരുമായിരിക്കും. ഓക്കെ, എനിവേ നമ്മളിപ്പോ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹൈജീൻ ആണ് യൂണിറ്റ് 2. നമുക്കത് എപ്പോഴും ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ വരുന്നുണ്ട്. സോ ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. കുറച്ചു മുമ്പ് പറഞ്ഞ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അത് നമ്മളുടെ ഗ്രേറ്റ് ഒരു ഫിലോസഫർ അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് വരുന്നുണ്ട്. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി. ഇവിടെ നിങ്ങൾക്കൊരു അസൈൻമെന്റ് വരുന്നതായിരിക്കും ഹെൽത്ത് റിലേറ്റഡ് കോട്ട്സ് കളക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫ്രേസസ്, കോട്ട്സ് അല്ല ഫ്രേസസ് കളക്ട് ചെയ്യാൻ. ഹെൽത്തി മൈൻഡിനെ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞിട്ട് പറയണ്ടല്ലോ. ഹെൽത്ത് ഈസ് വെൽത്ത്. Okay, so we can start 2 paragraphs. ആര് വായിക്കും? Up to the society വരെ. Who will read? Chapter 2, Health and Hygiene. Shall we start, ma'am? Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by this health. Aristotle's maximum, sound mind is a sound body, is a completely accepted idea. Health can be defined as 1 or 2 sentences.
According to excerpt, health is not in which an individual is free from any disease. Here comes the role of health educations. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goddess of healing, and it means health. The knowledge on health and hygiene, children to achieve and maintain good health and hygiene habits by themselves as well as the society. So we already discussed many things. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മളൊന്ന് ചെറിയൊരു രീതിയിൽ ഡിസ്കഷൻ നടത്തിയതിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോ നമ്മൾ ഇതെല്ലാം ഒരു കുട്ടിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പറയുക. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെസസറി കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. നമുക്കറിയാം, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ വളരെ ഡെലിക്കേറ്റഡ് ആണ് അവര്. അവർക്ക് സംസാരമൊന്നും ആവാത്ത ടൈമിൽ അവർക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വിഷമം. പെട്ടെന്നായിരിക്കും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്രയും നാൾ 9 months അമ്മയുടെ വോപ്പിൽ ഇങ്ങനെ സുഖിച്ച് കിടന്നിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ആ എൻവയോൺമെന്റ് കണ്ടീഷനുമായിട്ട് അഡാപ്റ്റഡ് ആകുന്ന ഒരു ടൈമുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബിൽഡ് ആവുന്ന ഒരു ടൈം എല്ലാം ഉണ്ട്. ചില കുട്ടികൾക്ക് അമ്മയുടെ പാല് കിട്ടാതെ വരുന്നു, അത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്ത കുട്ടികൾ, മാൽന്യൂട്രീഷ്യൻ, ശരിയായ പോഷകാഹാരം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി നെസസറി ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. നല്ല ഹെൽത്തി ആയ കുട്ടികളുടെ ബ്രെയിനെ നല്ലപോലെ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും, എപ്പോഴും ഇങ്ങനെ ഒട്ടും ആക്റ്റീവല്ലാതെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഒരു കുട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിന്, അത് ഫിസിക്കൽ ആകട്ടെ, സോഷ്യൽ, കോഗ്നേറ്റീവ് മീൻസ് ആ ഒരു ബുദ്ധിപരമായിട്ടുള്ളത്, നോളജ് റിലേറ്റഡ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ളത്, അങ്ങനെ ഇതെല്ലാം, ലാംഗ്വേജ്, അങ്ങനെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ചെറിയ പ്രായങ്ങളിൽ വരുന്നുണ്ടോ. സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓറിയന്റഡ്. ഓക്കെ, അവരുടെ മൂവ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് അവരുടെ മൂവ്മെന്റ്സ് അല്ലെ. നമുക്കറിയാം, ഓരോ പ്രായം വരുമ്പോൾ കുഞ്ഞ് ജനിച്ചു വരുമ്പം അവരുടെ ഹെഡ്, തല പോലും ഉറച്ചിട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. എന്ത് കാര്യത്തിനും കെയർ ഗീവറുടെ മദർ ആയിരിക്കും, എന്നാലും അത് ജനറലി ഒന്ന് കെയർ ഗീവർ എന്ന് പറയുവാണെങ്കിൽ കെയർ ഗീവറുടെ സപ്പോർട്ട് വേണ്ടി വരും. ഫുഡ് കൊടുക്കണോ, ഫീഡ് ചെയ്യണോ, കെയർ ഗീവറുടെ സപ്പോർട്ട് വേണം. എല്ലാ കാര്യങ്ങൾക്കും ബാത്ത് ചെയ്യിക്കാൻ, ഡ്രസ്സ് ചെയ്യിക്കാൻ, യൂറിനേഷൻ, മോഷൻ പാസ് ചെയ്യുവോ, ക്ലീൻ ചെയ്യാൻ, എല്ലാത്തിനും കെയർ ഗീവറുടെ സപ്പോർട്ടാണ് വേണ്ടത്. സോ അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയുടെ ഹെൽത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നോക്കണം. അങ്ങനെ കുഞ്ഞ് വളരുവാണ്. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രായമായവര് പറയില്ല, ആ തല ഉറച്ചു, നോട്ടം ശരിയായി, അല്ലെ. കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസാ. പിന്നെ അത് കൈയൊക്കെ ഇട്ടിങ്ങനെ കളിക്കാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് കൈ കാലൊക്കെ മൂവ്മെന്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കമഴ്ന്ന് വീഴാനുള്ള ശ്രമമോ, പിന്നെ അങ്ങ് കമഴ്ന്ന് വീഴും. കമഴ്ന്ന് വീണ് കഴിയുമ്പോഴേക്കും എഴയാൻ തുടങ്ങും, ക്രോളിങ് അല്ലെ, എഴയാനായിട്ട് തുടങ്ങും. മുട്ടുകുത്തി എണിക്കാൻ നോക്കും, ഇരിക്കാൻ നോക്കും, പിന്നെ പിടിച്ചു നിൽക്കാൻ നോക്കും, നടക്കാൻ നോക്കും അല്ലെ. പിന്നെ നടക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഓടുന്നു, വീഴുന്നു, ഓടുന്നു. ഇതൊക്കെയാണ് നമ്മൾ പല പല ഡെവലപ്മെന്റ് സ്റ്റേജ് കുഞ്ഞിന്റെ. നിങ്ങൾ ഒരു കുട്ടിയുടെയെങ്കിലും കാണാത്തവരായിട്ട് ആരും ഇവിടെ ഉണ്ടാവില്ല. സ്വന്തം കുട്ടികളുടെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടികളുടെ, അടുത്തുള്ള കുട്ടികളുടെ എല്ലാം നമ്മൾ ആ ഡെവലപ്മെന്റ് സ്റ്റേജസ്. ഇപ്പൊ ആ ഒരു ഏജിലുള്ള കുട്ടികൾ വീട്ടിലുള്ളവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് മനസ്സിലാകും. അപ്പൊ ആരോഗ്യമുള്ള കുട്ടിയിലാണ് ആ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ വരുന്നതായിട്ട് കാണുള്ളൂ. ഇപ്പൊ ഡിസീസസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ചിലപ്പോൾ ഫിസിക്കൽ ഡീഫോർമേഷൻ, പോളിയോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, കാലൊക്കെ ശോഷിച്ചങ്ങ് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ചില അസുഖങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് ചിലപ്പോൾ വിഷനെ ബാധിക്കാം, കേൾവിയെ ബാധിക്കാം, ഫിറ്റ്സ് വരാം. പനിയൊക്കെ കൂടുമ്പോൾ ഫിറ്റ്സ് വരുന്ന അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേജസിനും ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓരോ ഏജിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രീതികൾ നമ്മൾക്കറിയാം. അതൊരു അമ്മയാവുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ അതങ്ങ് മനസ്സിലാക്കി അതങ്ങനെ ചെയ്യുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ ഒരു ഗ്രേറ്റ് ഫിലോസഫർ ആണ് അദ്ദേഹം. അതായത് പൊളിമാത്താണ്. പൊളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏരിയയിലും അറിവുള്ള ഒരു മനുഷ്യൻ, കുറെ ലേൺ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരു മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയം, പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയില്ലേ, ആർക്കും വയലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇറ്റ്സ് എ ഫാക്ട് എന്നുള്ള രീതിയിൽ പറയുന്ന സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ
ഈ കാര്യത്തെ ആ ഒറ്റ ഒരു ഫ്രേസ് മതി, ആ ഒരു സെന്റൻസ് മതി, സ്റ്റേറ്റ്മെന്റ് മതി നമുക്ക് ഈ ഹെൽത്തിനെ കുറിച്ച് പറയാൻ. ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള ശരീരത്തില് ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ? സോ ഹെൽത്ത് ഈസ് ഗോൺ എവറിത്തിങ് വാസ് ഗോൺ എന്ന് പറയുന്ന പോലെ, വെൽത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപോകാം, പക്ഷെ ഹെൽത്ത് പോയി കഴിഞ്ഞാലോ എല്ലാം പോയി. അതാണ്, കുറേ സമ്പാദിച്ചു കൂട്ടി, ഒന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, നല്ല ഒരു ബെഡിൽ കിടക്കാൻ പറ്റുന്നില്ല, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിൽ ആരോഗ്യം മോശമായി. വീൽ ചെയറിലായിരിക്കും അല്ലെങ്കിൽ സ്ട്രെച്ചറിലായിരിക്കും, ഫുൾ ടൈം കിടക്കുന്നു, യൂറിൻ പോവാൻ ട്യൂബ് ഇട്ടിരിക്കുക, ഫുഡിന് ട്യൂബ് ഇട്ടിരിക്കുക, അനങ്ങാൻ പോലും പറ്റുന്നില്ല, ആരുടെങ്കിലും സഹായം വേണം, സംസാരിക്കാൻ പറ്റുന്നില്ല. സോ ഹെൽത്ത് ഈസ് ഗോൺ, എവറിത്തിങ് ഈസ് ഗോൺ. സോ അതാണ് ആ ഒരു കംപ്ലീറ്റഡ് ആക്സെപ്റ്റഡ് ഡേറ്റയാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ സൈക്കോമോട്ടറിൽ വരുന്നത് പല ടൈപ്പുള്ള മോട്ടോർ ആക്ഷൻസ് വരും. ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ കൂടുതൽ വരും. കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് കൈയും കണ്ണും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതിന്റെ മറിയ മോണ്ടിസോറി പ്രൊമനന്റ് ആയിട്ട് പറയുന്നത് കൈയാണെന്നാ പറയാം. ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ, അവരുടെ കോൺസെൻട്രേഷൻ ഏറ്റവും വരുന്നത്, അവർ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഈ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കണ്ണുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ ഏറ്റവും വലിയ ടൂൾസ് ആണ് ഇത് രണ്ടെന്ന് പറയുന്നത്. ഇന്നലെ ഒരു മൂവി കണ്ടു, മിലി. അതില് പറയുന്നുണ്ട് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് എ മാൻ. ചൈൽഡ്ഹുഡ് ശരിയായാൽ അടുത്ത സ്റ്റേജ് അഡൽട്ട്ഹുഡ് അല്ലെ? അവരുടെ ബാല്യം നന്നായാൽ കൗമാരം നന്നാവും, കൗമാരം നന്നായാൽ യൗവനം നന്നാവും, യൗവനം നന്നായാൽ വാർദ്ധക്യം നന്നാവും. അതിലെ ആക്ട്രസ് ഒരു സ്പീച്ചിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വളരെ ആപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് കതിരിന്മേൽ വളം വയ്ക്കാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുറെ കഴിഞ്ഞിട്ട് നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഫ്രം ദ ബിഗിനിങ് ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഒന്നുമല്ല. ഒരു കുഞ്ഞ് വേണമെന്ന് അവന്റെ പാരന്റ്സ് ആകാൻ പോകുന്നവര് ആഗ്രഹിക്കുന്ന സമയത്ത്, പ്ലാൻ ചെയ്യുന്ന സമയത്തേ സ്റ്റാർട്ട് ചെയ്യും. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു വന്നാൽ ഡ്രിങ്ക്സ് കഴിച്ചതിന്റെ ഇതില് കുട്ടിയെ ആ ഒരു പ്രോസസ് നടന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ചൈൽഡ് ഓൾസോ, മദർ ഓൾസോ. സോ ശരിക്കും ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കൂട് എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. ഓൾറെഡി അത് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട് പാലക്കാട് സൈഡിലൊക്കെ. അപ്പൊ ആ പ്രോജക്റ്റ് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ശരിക്കും ആ പ്രോജക്റ്റിന്റെ ഉദ്ദേശം ഇതായിരുന്നു. പ്രഗ്നൻസി സമയത്ത് അമ്മമാർക്ക് ഭയങ്കര സ്ട്രെസ് അല്ലേ? അപ്പൊ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്നവർക്ക് ആദ്യമായിട്ടായതിന്റെ സ്ട്രെസ്, ഫസ്റ്റ് വൺ മിസ്കാരേജ് ആയി അല്ലെങ്കിൽ അബോർഷൻ ആയവർക്ക് പിന്നെ പ്രഗ്നന്റ് ആവുമ്പോൾ പഴയതിന്റെ ഓർത്തിട്ടുള്ള ടെൻഷൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് പ്രീവിയസ് കേസിൽ വന്നത് രണ്ടാമതാകുമ്പോഴുള്ള ആ ഒരു ഇത്. പിന്നെ രണ്ടാമതായവർക്ക് മറ്റേത് ചെറിയ കുട്ടിയാണ്, അതിനെ മാനേജ് ചെയ്യുന്നതും വീട് മാനേജ് ചെയ്യുന്നതും ജോലി മാനേജ് ചെയ്യുന്നതും, അങ്ങനെ പല പല സ്ട്രെസ്സിലൂടെ ആയിരിക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് കടന്നു പോകുന്നത്. അവരുടെ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കുറച്ച് വോളണ്ടിയേഴ്സിന്റെ നമ്മളതൊരു ഡ്യൂട്ടി ആയിട്ട് എടുത്ത് അതിന് ഒരു ഇന്റർവെൻഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഇത് ഇവിടെ നിന്നല്ല, അതിന് മുമ്പൊന്നേ തുടങ്ങണം. അതായത് രണ്ടുപേർക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്, അവര് പ്ലാൻ ചെയ്യുമ്പോഴേക്കും, പ്ലാൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴേക്കും അത് മദ്യപിച്ച് വന്ന ആ ഒരു ലഹരിയില് ഭാര്യയുടെ മേൽ ചെയ്ത് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നതാണോ നല്ലത്? വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, പ്രേമത്തോടു കൂടി, പ്രണയത്തോടു കൂടി രണ്ടുപേരും തമ്മിൽ നടന്ന് അങ്ങനെ കുഞ്ഞുണ്ടാകുന്നതാണോ നല്ലത്? ആ ഒരു അവയർനെസ് ഒക്കെ അവർക്ക് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു പ്ലാൻ. സോ ഞങ്ങൾ അതിന്റെ ഒരു വർക്കിലാണ്. ഏപ്രിൽ അത് നടക്കും എന്നാണ് ഒരു പ്രതീക്ഷ. സോ അപ്പൊ അത് ശരിക്കും കുട്ടിയുടെ ഹെൽത്തിനെ, ഈ കാര്യം കുട്ടിയുടെ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് തന്നെയല്ലേ? അതല്ലേ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇവരൊക്കെ നല്ല നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, സന്തോഷിപ്പിക്കണം, നല്ല പാട്ടുകൾ കേൾക്കണം, നല്ല കാര്യങ്ങൾ സംഭവിക്കണം. ഇപ്പം മരണം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാതെ ഇരുട്ടായി കഴിയുമ്പം അവരെ കൂടുതൽ നമ്മൾ കെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പലതും നമ്മൾ കേൾക്കണം. സോ കുട്ടിയുടെ ഹെൽത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം ഇവിടെ. ഇങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞ രണ്ടോ മൂന്നോ സെന്റൻസിലൊന്നും നമുക്ക് ഈ ഹെൽത്തിനെ പറ്റി പറയാൻ പറ്റില്ല. നമുക്കറിയാം കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് ആദ്യം തുടങ്ങണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കറിയാം പല കമ്മ്യൂണിറ്റിയിലുള്ളവരും പ്രീ മാരേജ്
കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അത് നല്ല രീതിയിൽ കൊടുക്കുകയും നല്ല രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ലൈഫിനൊരു നല്ലൊരു ആഡഡ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ തന്നെയാണ്. ഓക്കെ, അപ്പം എക്സ്പേർട്സ് പറയുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, ഡിസീസ് ഇല്ലാത്തൊരവസ്ഥയല്ല ശരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ പല തലങ്ങളിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എത്തി കൊടുക്കും. സ്കൂൾ തലങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസ് പല രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോവിഡ് പോലുള്ള അസുഖങ്ങൾ വന്നപ്പോഴേക്കും അവിടെ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു അല്ലെ, അത് ത്രൂ ഓൺലൈൻ ആണെങ്കിലും പല പല മീഡിയാസിലൂടെയും ഒക്കെ അവയർനെസ് കിട്ടി. പിന്നെ എന്തെങ്കിലും ഒരു മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ലോക്കൽ അതോറിറ്റീസ്, ഈ പറയുന്ന ആശാ വർക്കറോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ആൾക്കാരൊക്കെ വന്നിട്ട് ഡ്രൈ ഡേ നിങ്ങൾ ചെയ്യണം ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ചിരട്ട അങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് അതൊക്കെ നശിപ്പിക്കുക. പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ അതൊക്കെ ഒഴുകി പോകാനുള്ളതൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അവർ പോവാറുണ്ട്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിൽ അത് പല രീതിയിൽ കൊടുക്കാം. ഓരോ കുട്ടിയുടെ ഏജിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കുഞ്ഞ് KG ക്ലാസ്സുകളിൽ ഹൗ വി ക്യാൻ ഗീവ് ദിസ് അവയർനെസ്, എന്താ നിങ്ങളുടെ ഒരു ഐഡിയ? ഹൗ വി ക്യാൻ ഗീവ് ഹെൽത്ത് അവയർനെസ് ഇൻ KG ക്ലാസ്? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഹൗ വി ക്യാൻ ഗീവ് ദം? കുറെ വലിയൊരു ലെക്ചർ കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവൂ കുഞ്ഞുങ്ങൾക്ക്? സോ ഹൗ വി ക്യാൻ ഡു? അവർക്ക് പാട്ടുകളിലൂടെയും ചിത്രങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടേ നമുക്ക് പറ്റുള്ളൂ. വലിയ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവ് അവർക്കായിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇങ്ങനെ പിക്ചറൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരിക്കും അവർ. കുട്ടികളാണെങ്കിലും പലർക്കും പല സ്വഭാവമുള്ള കുട്ടികളാണല്ലോ പൊതുവെ. അപ്പോൾ എങ്കിലും എല്ലാ കുട്ടികൾക്കും ഈ കളറുകളൊക്കെ കാണുമ്പോൾ, ചിത്രങ്ങളും കളറുകളൊക്കെ കാണുമ്പോൾ അവർക്ക് അതിനോട് കുറച്ച് താല്പര്യവും, ആക്ഷൻ സോങ് ഒക്കെ ആവുമ്പോൾ അവർക്ക് അതിനോട് എൻജോയ് ചെയ്ത് പഠിക്കാനും പറ്റും. ആക്ഷൻ സോങ് മെസ്സേജ് വന്നു. റീജ ഓർ റീജ, പേരും കൂടെ റീജ പറഞ്ഞു ആക്ഷൻ സോങ്. യെസ്, ഹെൽത്തി ഹാബിറ്റ്സ്. യെസ്, ഇപ്പൊ പിന്നെ സ്കൂളിലൊക്കെ വിഷ്വൽസ് ഒക്കെ കാണിക്കുമല്ലോ. എൻ്റെ മോൻ്റെ സ്കൂളിലൊക്കെ ഇങ്ങനെ അവർക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അവരുടെ തന്നെ ക്ലാസ്സിലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ TV-ലൊക്കെ കാണിച്ചു കൊടുക്കും, വലിയ സ്ക്രീനിൽ. അപ്പൊ ഇതേമാതിരിയുള്ള ഈ ഹൈജീൻ്റെ കാര്യങ്ങളും ഇങ്ങനെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ സ്ക്രീനിനകത്തൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ടും കണക്റ്റ് ആവും. ശരിയാ. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് വെച്ചിട്ടുള്ള അനിമേഷൻ ഒക്കെ കാണിക്കുമ്പോ ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവുമായിരിക്കും, ചെറിയ മ്യൂസിക്കോടുകൂടി. അപ്പൊ ശരിക്കും അവരവരുടെ വിഷ്വൽ സെൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നു അല്ലെ? നമുക്ക് എത്ര സെൻസ് ഉണ്ട്? 5. ഏതൊക്കെയാ? Eyes, ear, nose, skin. സെൻസ് ഓർഗൻസ് അല്ലെ? അത് പറഞ്ഞത് സെൻസ് ഓർഗൻസ്. സോ സെൻസസ് നമ്മൾ കുറച്ച് സയന്റിഫിക് ആയിട്ട് പറയുമ്പോഴേക്കും വിഷ്വൽ, ഓഡിറ്ററി, വിഷ്വൽ കാണുന്നത്, ഓഡിറ്ററി കേൾക്കുന്നത്, സ്മെല് ചെയ്യുന്നത്, ഓൾഫാക്ടറി, പിന്നെ ഗസ്റ്റേറ്ററി, ടച്ച് ചെയ്യുന്നത്, ടാക്ടൈൽ സെൻസ്. അതിനെ കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവ്ഡ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മളിത് വരും കേട്ടോ. കാരണം ചൈൽഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടാണ്. കുട്ടികൾ കാണുന്നതൊക്കെ പിടിച്ചെടുക്കും, കേൾക്കുന്നത് പിടിച്ചെടുക്കും അല്ലെ, വിനോദായിട്ട്. അപ്പൊ അതൊക്കെ അവരുടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെക്കും അവരവരുടെ മൈൻഡില്. കിനസ്തെറ്റിക് സെൻസ് എന്നാണ് നമ്മൾ ഈ ലാസ്റ്റ് ഫീൽ ചെയ്യുന്ന സെൻസിനെ പറയുന്നത്. കിനസ്തെറ്റിക് സെൻസ് എന്ന് പറയാൻ കാരണം അവിടെ നമ്മൾക്ക് ഇപ്പൊ ഗ്രീഷ്മയുടെ കയ്യിൽ ഞാനിങ്ങനെ ഒന്ന് ടച്ച് ചെയ്തപ്പോ ഞാൻ ടച്ച് ചെയ്ത് ഗ്രീഷ്മയ്ക്ക് ഫീൽ ചെയ്യുക. അപ്പൊ എന്റെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, കൈയുടെ ആ ടെമ്പറേച്ചർ ഗ്രീഷ്മയ്ക്ക് ഫീൽ ചെയ്തു. നമുക്ക് അവിടെ കിട്ടിയത് ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രഷറൈസ് ചെയ്യുക, നല്ലപോലെ മുറുക്ക പിടിക്കുക. സോ ആ പ്രഷർ ഗ്രീഷ്മയ്ക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നു. ബാരിക് സെൻസ്, വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത് തെർമിക് സെൻസ്. ഇതെല്ലാം ഈ കിനസ്തെറ്റിക് സെൻസിന്റെ താഴെ വരുന്ന സബ് ആയിട്ടുള്ളതാണ്. പിന്നെ ടാക്ടൈൽ സെൻസ്, ടച്ച് ചെയ്യുമ്പോൾ റഫ്, സ്മൂത്ത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ? അത് നമ്മൾക്ക് ഇനി വരും. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് വരുമ്പോൾ കുട്ടികൾ അവരുടെ സെൻസസ് യൂസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെയാണ് കൂടുതൽ വരുന്നത്.
ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ്, ഈ വിഷ്വൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് 1996 അന്ന് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. എന്റെ ബാച്ച് കഴിഞ്ഞ ഒരു 2 years കഴിഞ്ഞപ്പോ എങ്ങാണ്ട് പ്രീ ഡിഗ്രി ഇല്ലാണ്ടായി +2 എന്നുള്ള ഇത് വന്നത്. കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി എടുത്ത് മാറ്റുന്നത്. ഞാൻ എറണാകുളം സെന്റ് ജോസഫ്സ് കോളേജിലാണ് പഠിച്ചത്. വുമൻസ് മാത്രമുള്ളത്, വുമൻസ് കോളേജാണ്. ഓക്കെ, അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു അവയർനെസ് സെഷൻ അബൌട്ട് അബോർഷൻ. ഓക്കെ, അതൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 hour ഉള്ള ഒരു ഫിലിം പോലത്തെ വീഡിയോ. അസൈൻമെന്റ് ടോപ്പിക് ഫൗസിയ ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ ആയിട്ട് കണക്ട് ചെയ്തൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇട്ടില്ലെങ്കിൽ എന്നെ ഓർപ്പിക്കുക, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ച് ഓർപ്പിച്ചാലും മതി. കാരണം ഇനിയിപ്പോ ഞാൻ 2:30 വരെയും ക്ലാസ് ആയിരിക്കും. ക്ലാസ് എല്ലാം കഴിഞ്ഞ് പതുക്കെ സമാധാനമായിട്ടേ ഞാൻ ഇടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചത് ഒരു പെൺകുട്ടി, ടീനേജ് ആണ്, ഫ്രണ്ടുമായിട്ട് എന്തോ റിലേഷൻഷിപ്പിലായി പ്രഗ്നന്റ് ആവുകയാണ്. അപ്പൊ ഇങ്ങനെ അബോർഷനെ പറ്റി ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അബോർഷനെ പറ്റി ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അബോർഷന്റെ വീഡിയോ കാണിക്കുക. നമ്മളും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുക. അന്ന് എനിക്ക് വയറില് അനുഭവിച്ച പെയിൻ ഇപ്പോഴും മാറിയിട്ടില്ല ആ വീഡിയോ കണ്ടിട്ട്. കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആയി. അന്ന് അത് കണ്ട ഞങ്ങളുടെ ബാച്ചിലർമാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. വേണമെന്ന് വെച്ച് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലാതെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആരും അറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു. ആ വിഷ്വൽ എഫക്റ്റ് ഞങ്ങളെ എല്ലാം അത്രയും ബാധിച്ചു. സോ അതാണ് ഒരു വിഷ്വൽ ഇമ്പാക്ട്. അത് വളരെ കൂടുതൽ തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുമായിരിക്കും. ഓക്കെ, ദെൻ സോ അപ്പൊ നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറഞ്ഞു. നമ്മളിനി സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അത് കുട്ടികളിൽ, സ്കൂളുകളിൽ എങ്ങനെ ചെയ്യണം, സൊസൈറ്റിയിൽ എങ്ങനെ ചെയ്യണം, വീട്ടിൽ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ പറഞ്ഞല്ലോ ഈ തുമ്മുമ്പോഴും സ്നീസിങ്, കഫിങ്, ആ ഒരു ഈവൻ യോണിങ്. എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ സമയത്ത് പോലും ഹാൻഡ് കർച്ചീഫ് വെച്ച് മൂടണം എന്നാ പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങള് ഈ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ തുമ്മി അല്ലെങ്കിൽ കഫ് പോലെ എന്തെങ്കിലും വന്നു, ഇവർ ഈ ഹാൻഡ് കർച്ചീഫ് അവിടെ ഇവിടെ വെക്കും, മറ്റുള്ളവരെ പിടിക്കും. അങ്ങനെ എവിടെയോ ഞാൻ വായിച്ചു, ഇതിൽ തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഷർട്ടിന്റെ കോളർ വെച്ച് മറയ്ക്കണം. അതാകുമ്പോ വേറൊരാള് ടച്ച് ചെയ്യില്ല, വേറൊരാളുടെ കൈ കൊണ്ടും മൂടരുതെന്നാ പറയുന്നത്. കാരണം കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കൈ കയറി പിടിക്കുകയോ ഒരാളുടെ ബോഡിയിൽ തൊടുകയോ ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ ബെറ്റർ ഷർട്ടിന്റെ കോളർ വെച്ച് ഇങ്ങനെ മറയ്ക്കുക എന്നുള്ളത് ഇത് ചൈൽഡ് ഡിസീസിലാണോ എവിടെയോ ഞാൻ വായിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് കുട്ടികളോട് അത്രയ്ക്കൊന്നും അവരോട് പറയാൻ പറ്റില്ല. അവർക്ക് ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ ടിഷ്യൂ കൊടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അവരത് പ്രാക്ടീസ് ആയിട്ട് ദേ നോ, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് അതേഴ്സ് ഓൾസോ എന്നുള്ള രീതിയിൽ അവരിൽ സ്വയം അവർക്ക് ഒരു അവയർനെസ് വരും. ഓക്കെ, നമുക്ക് നമ്മളുടേതായ മെത്തേഡ്സ് ഇന്നോവേറ്റീവ് ആയിട്ട്, അതായത് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഇതിലൊക്കെ പറയുന്നത് തന്നെ അതേപടി നിങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത പല ഇന്നോവേറ്റീവ് ഐഡിയാസ് തോന്നില്ലേ, ഇങ്ങനെ ചെയ്താൽ കുട്ടി കുറച്ചുകൂടെ ശരിയാകും. അപ്പം നമ്മൾ സ്വന്തം മക്കളെ നോക്കുമ്പോഴും നമ്മൾ ചെല്ലുന്ന സ്കൂളിലെ കുട്ടികളെ നോക്കുമ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ രീതിക്ക് അനുസരിച്ച്, ശരിക്കും മോണ്ടിസോറി മെത്തേഡ് അതാണ്, കുട്ടികളുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റുക. നമ്മള് വീട്ടില് കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ വീടിന്റെ ഓരോ സ്ട്രക്ചർ അതിനനുസരിച്ച് മാറ്റില്ലേ. സ്റ്റെയറിന്റെ അവിടെ ഒരു തടിക്കൊക്കെ വെച്ച് അവിടെ ക്ലോസ് ചെയ്യും, സ്റ്റെയറിലേക്ക് ഓടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. മുറ്റത്തേക്ക് ഇറങ്ങുന്ന ഡോറിന്റെ അവിടെ ചിലപ്പോൾ ഫ്ലോർ വെക്കും, കുഞ്ഞിറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലെ ഡിസൈനിലും മാറ്റങ്ങൾ വരത്തില്ലേ. ശരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത് കുട്ടികളുടെ വളർച്ചയ്ക്ക്, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും. അവൻ ജീവിക്കുന്ന എൻവയോൺമെന്റ് അവന്റെ നീഡ്സ് അനുസരിച്ച്, അവന്റെ രീതികൾക്കനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ അതാണ്. കുട്ടികൾക്കനുസരിച്ച് അത് മാറ്റും. മറിയ മോണ്ടിസോറി ഇനീഷ്യലി അത് ഡിസൈൻ ചെയ്ത് വെച്ചു, ബട്ട് വന്ന കുട്ടികൾക്കനുസരിച്ച് അവരത് മോഡിഫൈ ചെയ്തു. ക്ലിയർ ആയോ? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്ത് പോയേനെ. അതുപോലെ എനിക്ക് 12 മണിക്ക് ക്ലാസ്സിൽ കയറണം, അതുകൊണ്ടാണ് കേട്ടോ. സോ സൈൻ ഔട്ട് ഉണ്ടോ? സോ വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ അല്ലേ? യെസ് മാം. Good morning, all. I am Jyoti from Kayangulam.
ഞാനാണ് ഇന്ന് സൈൻ ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്ന് മാം നമുക്ക് വേണ്ടി എടുത്ത ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ച് ഉള്ള ക്ലാസ്സും അതിനെക്കുറിച്ചുള്ള പല പല അറിവുകൾ നമുക്ക് തന്നതും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ചെറിയൊരു തോട്ടോടു കൂടി ഇത് സൈൻ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഐ എം ഗോയിങ് ടു ഷെയർ എ വണ്ടർഫുൾ തോട്ട് said by Jawaharlal Nehru. The thought is education is the key to unlock the golden door of freedom. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ വാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. ജ്യോതി കായംകുളത്ത് എവിടെയാ? താങ്ക് യു. മൂന്നാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തമ്മ, കായംകുളം. ഹസ്ബൻഡിന്റെ വീട് കായംകുളം, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. എവിടെയാ? പുതുപ്പള്ളി. പുതുപ്പള്ളി വരെ പോകണ്ട, നമുക്ക് അതും കഴിഞ്ഞു വരണം. കായംകുളത്തുനിന്ന് പുനലൂര് പോകുന്ന റൂട്ടാണ്. താങ്ക് യു മാം. താങ്ക് യു മാം. Assignment, how to submit it, ma'am? I didn't get you. Assignment? Ma'am, first chapter you have given the assignment, ma'am. How to submit it? Oh, you don't have any idea about how to submit? No, ma'am, we don't. No, have. ma'am. You told that you will be giving a number. Yeah, they are providing one WhatsApp number and one classroom channel details also. I will definitely tell the technical team to give the instructions. Okay. Okay, thank you. Okay, ma'am. Thank you. Okay, ma'am. Thank you. Thank you, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. മാം ഹലോ. Yes, please. മാം, ഞാനിപ്പോ അസൈൻമെന്റ് ബുക്കിൽ ചെയ്തത് കൂടാതെ ഐ പ്രിപ്പയർഡ് എ PPT ഓൾസോ. Oh, very good. How will I Can you just show in the class, next class? yeah ma'am, sure, I will show it. And just give some idea about how to make the PPT to others also. It will be very beneficial for me also. Because Okay, I'm ma'am, I will. making PPT. Okay, I will. Thank you, ma'am. Please remind me also, next class il nammal PPT presentation undennulladonnu remind cheyukku vene. Okay, ma'am. Okay. മാം ഇപ്പൊ പറഞ്ഞ അസൈൻമെന്റ് ഇല്ലേ, അത് ഈ അസൈൻമെന്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതിയോ? മതി. ബുക്കാണ് ഏറ്റവും നല്ലത്, നമുക്ക് കീപ്പ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. ഓക്കെ മാം. പേപ്പർ ആവുമ്പോഴേ പലരുടെയും മിസ്സായി എന്നൊക്കെ പല ബാച്ചുകാരും പറഞ്ഞു. ഞാൻ പേപ്പറിൽ ചെയ്യണമെന്നോ ബുക്കിൽ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ നമ്മളുടെ കൺവീനിയൻസ്. ഓക്കെ മാം. ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ അസൈൻമെന്റില് ഗാന്ധിജിനെ പറ്റി? ആക്ടിവിറ്റീസും ഇംഗ്ലീഷിലാണ്. ജസ്റ്റ് യൂസ് സിമ്പിൾ ഇംഗ്ലീഷ്. പറ്റുന്നില്ലെങ്കിൽ കണ്ടന്റ് മലയാളത്തിൽ എഴുതി വെച്ചിട്ട് പിന്നീട് അത് മാറ്റണം കേട്ടോ. നമുക്ക് സബ്മിഷൻ ഇംഗ്ലീഷിൽ തന്നെയാണ് വേണ്ടത്. അത് ഗാന്ധിജിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറച്ച് എഴുതിയാൽ മതിയാവില്ലേ? നമ്മൾ ഗാന്ധിജിയെ പറ്റിയല്ല, ഒരു ജനുവരി 30th വാട്ട് ഹാപ്പൻ ടു ഗാന്ധിജി, വൈ ഹി ഹാസ് ടു സാക്രിഫൈസ് ഹിസ് ലൈഫ്. എന്തുകൊണ്ട് ഗാന്ധിജിക്ക് അങ്ങനെ ഒരു സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ട വന്നൊരു ദിവസമാണല്ലോ ഈ ജനുവരി 30th എന്ന് പറയുന്നത്. ആ ദിവസത്തെ നമ്മൾ എന്തുകൊണ്ട് മാറ്റിസ് ഡേ, അതായത് രക്തസാക്ഷിത്വ ദിനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗാന്ധിജിയോടുള്ള റെസ്പെക്ട് കൊണ്ട് അത് എവിടെ വെച്ച് നടന്നു, എന്തായിരുന്നു സംഭവിച്ചത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ജനുവരി 30th മാറ്റിസ് ഡേ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഈ ഫുൾ ഡീറ്റെയിൽസ് വരും. അപ്പൊ അത് നിങ്ങൾ നല്ലപോലെ വായിച്ച് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. പിന്നെ ഗൂഗിൾ മതിയല്ലോ. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ അത് വായിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കി നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതുക. ഓക്കെ, ഒരു പാരഗ്രാഫ് അത്രയും മതി. ഗാന്ധിജിയുടെ പൊട്ടിക്കാൻ ഓക്കെ.